വീക്ക്ലി വിത്ത് ഐനാടൻ brought to you by ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, 1 and 2 Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വീക്കിലി വിത്ത് ഐനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഐനാടൻ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ ലൈമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. UK-യിൽ NHS ഗുരുതര പ്രതിസന്ധിയിലെന്ന റിപ്പോർട്ട്. ആരോഗ്യ സേവനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് സർക്കാർ നടത്തിയ ഒരു സ്വതന്ത്ര അന്വേഷണത്തിലാണ് ഗൌരവകരമായ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ലേബർ പാർട്ടി അധികാരമേറ്റെടുത്ത ദിവസങ്ങൾക്കുള്ളിലാണ് NHS പ്രശ്നങ്ങൾ പഠിക്കാൻ റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് ഉത്തരവിട്ടത്. സർജനായ ലോ ഡാർസിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റെക്കോർഡ് വെയിറ്റിംഗ് ലിസ്റ്റുകളും ആശുപത്രികളിൽ അനാവശ്യമായി ചെലവഴിച്ച അധിക ബജറ്റും കഴിഞ്ഞ 15 വർഷമായി രാജ്യത്തിന്റെ ആരോഗ്യ പരിപാലനം ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം NHS-ന് നിലവിൽ അനുവദിച്ചിരിക്കുന്ന ഫണ്ടിൽ കാര്യമായ പരിഷ്കാരങ്ങൾ നടത്തിയാൽ മാത്രമേ ഇനി അധിക ഫണ്ട് അനുവദിക്കുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി കെ സ്റ്റാമർ പറഞ്ഞു. ആരോഗ്യരംഗത്തെ അടുത്ത 10 വർഷത്തിനായുള്ള പ്ലാൻ തയ്യാറാക്കാനും പ്രധാനമന്ത്രി പദ്ധതിയിടുന്നുണ്ട്. NHS ഇംഗ്ലണ്ടിനെ കുറിച്ചുള്ള നിർണായക റിപ്പോർട്ടിന് പിന്നാലെയാണിത്. നവീകരണത്തിനായി സ്റ്റാമർ 3 പ്രധാന മേഖലകളാണ് ചൂണ്ടിക്കാട്ടിയത്. ആശുപത്രികളിൽ നിന്ന് കമ്മ്യൂണിറ്റി ക്രമീകരണങ്ങളിലേക്ക് ചികിത്സ മാറ്റുക, രോഗത്തെ ചികിത്സിക്കുന്നതിനേക്കാൾ പ്രതിരോധ പരിചരണത്തിന് മുൻഗണന നൽകുക തുടങ്ങിയവ അതിൽ ചിലതാണ്. അതേസമയം ലേബർ പാർട്ടിയുടെ നയങ്ങൾ വാക്കിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതെന്ന് പ്രവൃത്തിയിൽ കാണുന്നില്ല എന്നും കൺസർവേറ്റീവ് പാർട്ടി വിമർശിച്ചു. സാമൂഹിക പരിചരണ പരിഷ്കരണ പദ്ധതികൾ ഒഴിവാക്കാനും പുതിയ ആശുപത്രി നിർമ്മാണം നിർത്തിവെക്കാനുമുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് ഈ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡോവലിന്റെ റഷ്യൻ സന്ദർശനം. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യൻ പ്രധാനമന്ത്രി സെർജി ഷോയ്ഗുമായി ഡോവൽ വിപുലമായ ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളും പരസ്പര താൽപര്യങ്ങൾ സംബന്ധിച്ച് സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ യുക്രൈൻ സന്ദർശനത്തിന് ശേഷമാണ് ഡോവലിന്റെ റഷ്യൻ സന്ദർശനം. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ യുക്രൈൻ ഒരുമിച്ചിരിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ സജീവ പങ്കുവഹിക്കാൻ തയ്യാറാണെന്ന് മോദി പറഞ്ഞതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഒക്ടോബർ 22-ന് മോദി പുടിൻ ഉഭയകക്ഷി ചർച്ച നടത്താനുള്ള സാധ്യതയുള്ളതായി റഷ്യൻ എംബസി ടെലഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിലൂടെ അറിയിച്ചു. സ്നേഹം, ബഹുമാനം, വിനയം എന്നിവ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതായിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവിന് ശേഷമുള്ള ആദ്യ US സന്ദർശനത്തിൽ ഡാലസിലെ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഇന്ത്യ എന്നത് ഒറ്റ ആശയമാണെന്ന് RSS വിശ്വസിക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യ എന്നത് അനവധി ആശയങ്ങൾ ഉൾച്ചേർന്നതാണ് എന്നാണ്. ജാതി, ഭാഷ, മതം, ആചാരം, ചരിത്രം എന്നിവയ്ക്കുപരിയായി ഓരോ വ്യക്തിക്കും ഇടം നൽകണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തെത്തിയ നിമിഷങ്ങൾക്കകം BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർക്കും ഭയമില്ലാതായതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ നേട്ടങ്ങളല്ല. എന്നാൽ ഇത് ജനാധിപത്യത്തെ തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ജനങ്ങളുടെ വലിയ നേട്ടമാണ്. തങ്ങളുടെ ഭരണഘടന ആക്രമിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നവരുടെ നേട്ടമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 72 വയസ്സായിരുന്നു. ദിവസങ്ങളായി ന്യൂമോണിയ ബാധിതനായി ചികിത്സയിലായിരുന്നു യെച്ചൂരി. 2015 ഏപ്രിൽ മാസത്തിൽ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നിയോഗിതനായ യെച്ചൂരി ഏറ്റവും ഒടുവിൽ 2022 ഏപ്രിൽ കണ്ണൂരിൽ വെച്ച് നടന്ന CPM-ന്റെ 23-ാം പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളന കാലയളവിലാണ് സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം, ചരിത്രം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നിവയിൽ വലിയ അവഗാഹമുള്ള ആളായാണ് സീതാറാം യെച്ചൂരിയെ പൊതുവെ പരിഗണിക്കപ്പെട്ടിരുന്നത്. JNU യൂണിവേഴ്സിറ്റിയിൽ SFI പ്രസിഡന്റായിരുന്ന യെച്ചൂരി JNUവിനെ SFIയുടെ സ്വാധീന കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സീതാറാം യെച്ചൂരി അറസ്റ്റിലായിരുന്നു. EMS-ഉം ഹർകിഷൻ സിംഗ് സുർജിത്തും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഘട്ടത്തിൽ CPM-ന്റെ പ്രധാനപ്പെട്ട സൈദ്ധാന്തിക മുഖമായി മാറാൻ യെച്ചൂരിക്ക് സാധിച്ചിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായി അറിയപ്പെട്ടിരുന്ന സീതാറാം യെച്ചൂരിക്ക് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. തീഹാർ ജയിലിന് മുന്നിൽ വൻ സ്വീകരണമാണ് ആത്മീയ പ്രവർത്തകർ ഒരുക്കിയത്. എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്ന് ജയിലിന് മുന്നിൽ നിന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കെജ്രിവാൾ പറഞ്ഞു. 5 മാസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് കെജ്രിവാളിന്റെ ജയിൽ മോചനം സാധ്യമായത്. ഈ വർഷം മാർച്ച് 21 മുതൽ തടവിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് പാർട്ടിയുടെ കടിഞ്ഞാൺ വീണ്ടും ഏറ്റെടുക്കാം. ED കേസിൽ സുപ്രീംകോടതി ജാമ്യം നൽകുന്നതിന് മുമ്പ് CBI അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണ് കെജ്രിവാളിന് ജയിലിൽ
ജയിലിൽ തുടരേണ്ടി വന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കരുത്, ചില ഫയലുകൾ മാത്രമേ കാണാവൂ തുടങ്ങിയ മുൻ കേസിലെ ജാമ്യവ്യവസ്ഥകൾ തുടരും. വിചാരണ ഉടനെ ഒന്നും പൂർത്തിയാകാൻ സാധ്യതയില്ല എന്നും അതിനാൽ ജാമ്യം നൽകുകയാണ് എന്നും രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. അദാനിയുടെ കമ്പനിക്കെതിരെ സ്വിറ്റ്സർലൻഡിൽ അന്വേഷണത്തിന്റെ ഭാഗമായി 5 ബാങ്ക് അക്കൌണ്ടുകൾ സ്വിസ് അധികൃതർ മരവിപ്പിച്ചു. മറ്റ് അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചു എന്ന ആരോപണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സ്വിസ് അക്കൌണ്ടുകളിലെ $310 മില്യൺ ഫണ്ട് അധികൃതർ മരവിപ്പിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ ആരോപണം തള്ളി അദാനി രംഗത്തെത്തി. സ്വിസ് കോടതി നടപടിയിൽ കമ്പനി ഉൾപ്പെട്ടിട്ടില്ല എന്നും കമ്പനി അക്കൌണ്ടുകളൊന്നും അതോറിറ്റിയുടെ നടപടിക്ക് വിധേയമാക്കിയിട്ടില്ല എന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. നേരത്തെ സെബി ചെയർപേഴ്സൺ മാധബി പുരിബുച്ചിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന് ഹിഡൻബർഗ് വെളിപ്പെടുത്തിയിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിത പ്രദേശങ്ങളിലെ വായ്പകൾ എഴുതിത്തള്ളും. കേരള സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റേതാണ് തീരുമാനം. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട കർഷക ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളാനാണ് തീരുമാനം. കർഷകരുടെ പ്രമാണങ്ങൾ അടക്കമുള്ള രേഖകളും ഓണസമ്മാനവും വിതരണം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. കായിക വിശേഷങ്ങൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പുറത്തുവിട്ട പുതിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. 2021 ശേഷം ഇതാദ്യമായാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് റാങ്കിങ്ങിൽ ആദ്യ 5-ലെത്തുന്നത്. 6-മതായുള്ള SV ജസ്വാളും 7-മതുള്ള വിരാട് കോഹ്ലിയുമാണ് ആദ്യ 10-ലുള്ള മറ്റു താരങ്ങൾ. ടെസ്റ്റ് ബാറ്റർമാരിൽ 1-ാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ട് താരം ജോ റൂട്ടാണ്. ന്യൂസിലൻഡ് താരം കെയ്ൻ വില്യംസൺ 2-ാം സ്ഥാനത്തുണ്ട്. പാകിസ്ഥാൻ ബാറ്റർ ബാബർ അസം പുതിയ റാങ്കിങ്ങിൽ 1 സ്ഥാനം മെച്ചപ്പെടുത്തിയെങ്കിലും 11-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ടീമുകളുടെ റാങ്കിങ്ങിൽ ഓസ്ട്രേലിയ 124 പോയിന്റോടെ 1-ാം സ്ഥാനത്താണ്. 120 പോയിന്റോടെ ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശിനെതിരെ സ്വന്തം നാട്ടിൽ പരമ്പര തോൽവി നേരിട്ട പാകിസ്ഥാൻ ടെസ്റ്റ് റാങ്കിങ്ങിൽ 8-ാം സ്ഥാനത്താണ്. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ അർജന്റീനയ്ക്കും ബ്രസീലിനും തോൽവി. 1-നെതിരെ 2 ഗോളുകൾക്ക് കൊളംബിയയാണ് അർജന്റീനയെ തകർത്തുവിട്ടത്. സൂപ്പർ താരം ലയണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ അർജന്റീന നിരയിൽ അൽവാരസും മാർട്ടിനസുമാണ് മുന്നിൽ നിന്ന് നയിച്ചത്. അതേസമയം എതിരില്ലാതെ ഒറ്റ ഗോളിനാണ് പരാഗ്വേ ബ്രസീലിനെ തോൽപ്പിച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ നേതൃത്വത്തിൽ കളത്തിലിറങ്ങിയ ബ്രസീൽ പന്തടക്കത്തിലും മുന്നേറ്റത്തിലും ബഹുദൂരം മുന്നിട്ട് നിന്നെങ്കിലും ഗോൾ നേടാനായില്ല. വേൾഡ് കപ്പ് ക്വാളിഫയിംഗ് പോരാട്ടത്തിൽ 18 പോയിന്റോടെ അർജന്റീന 1-ാം സ്ഥാനത്താണെങ്കിൽ 10 പോയിന്റുള്ള ബ്രസീൽ 5-ാം സ്ഥാനത്താണ്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.